നിങ്ങൾ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ച് ഒരു തവണ നിങ്ങൾ മണിയടിച്ചാൽ അത് 3 പ്രാവശ്യം ശബ്ദം പുറപ്പെടുവിക്കും. അങ്ങനെ 3 തവണ ശബ്ദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. നിങ്ങളുടെ നേർച്ച ഫലിക്കും. അല്ല, 3 തവണ ശബ്ദിച്ചില്ലെങ്കിലോ? 3 തവണ ശബ്ദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ നിർവൃത്തിക്ക് തടസ്സമുണ്ടെന്നും അത് നേടിയെടുക്കാൻ കാലതാമസമുണ്ടെന്നും അർത്ഥം. ദൈവമേ, ഞാൻ മണിയടിക്കുമ്പോ 3 പ്രാവശ്യം ശബ്ദിക്കണേ. ആ കാണുന്നതാണ് മണി. അതെ, അവരിവിടെ എത്തി. അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? സുശീലാന്റിക്ക് ഈ മണി കാണാൻ ഒരു വ്യഗ്രത. അതാ ഞാൻ ആന്റിയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. അല്ല, ജാസ്മിൻ മണിയടിച്ച് നേർച്ച നടത്തുന്നില്ലേ? എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് മണിയടിച്ച് നോക്ക്. ഞാനെന്തിനാ ഗാർഗിയെ മണിയടിക്കുന്നേ? പാർവതി മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ച് മണി അടിച്ചാൽ തന്നെ എന്റെ ആഗ്രഹം നടക്കും. അതെങ്ങനെയാ പാർവതി മണിയടിച്ചാൽ നിന്റെ ആഗ്രഹം സാധിക്കുന്നത്? അല്ല, പാർവതി നമ്മുടെ കുടുംബ നന്മയെ ഉദ്ദേശിച്ചല്ലേ ജീവിക്കുന്നതും നേർച്ചകൾ നേരുന്നതും ഒക്കെ. അപ്പോ അതിന്റെ ഗുണം എനിക്കിവിടെ ഉണ്ടാവില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലേ ആന്റി? അതെ അതെ. അതിനെ നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലല്ലോ. ഗാർഗി, എന്തിനാ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുമ്പോ ഈ തരത്തിലൊരു വർത്തമാനം? പാർവതി നേർച്ച നടത്തട്ടെ അല്ലേ വിഷ്? അതെ അതെ, നേർച്ച നടക്കട്ടെ. പാർവതി, നീ ഇതൊന്നും കാര്യാക്കണ്ട. നിന്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചേ നീ മണിയടിച്ചു. വിശ്വാസ എന്റെ കൈകൊണ്ടാണ് എന്റെ ഭർത്താവിന്റെ മരണമെന്ന് അഘോരി സ്വാമികൾ പ്രവചിച്ചത്. ആ പ്രവചനം നടക്കാൻ പാടില്ല. എന്റെ കൈകൊണ്ട് ഒരാപത്തും വിശാൽ സാറിനുണ്ടാവാൻ പാടില്ല. ജീവിതാന്ത്യം വരെ വിശാൽ സാറിനെ സംരക്ഷിക്കേണ്ടവളാണ് ഞാൻ. ആ എന്നെ കൊണ്ട് ഒരു പാപവും ചെയ്യിക്കരുതേ ഭഗവാനെ. ഈ കാലദോഷത്തിൽ നിന്ന് ഞങ്ങളെ നിരീക്ഷിക്കണേ. പാർവതി.